ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ബിരിയാണിയേക്കാൾ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പി നോക്കാം. റെസ്റ്റോറൻറ്റ് അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. അതിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോയുടെ സെല്ല റൈസ് പാക്കറ്റാണ്. അത് നല്ല വൃത്തിയായി കഴുകി 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കാം. ഇവിടെ ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തേക്കാൻ ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, നല്ല ജീരകം, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ ഈ അരപ്പ് ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുക്കാം. അതിലേക്ക് ഒരു മാഗി ക്യൂബ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, 2 കരുനാരകം, ഇത്രയും കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 വേവാവുന്നത് വരെ നമുക്കിത് വേവിക്കാം. അതിനുശേഷം നമ്മൾ അരി ഊറ്റിയെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് ചിക്കൻ പീസെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു സവാളയും ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം വേവിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് മറിച്ചിട്ട് കൂടെ വേവിച്ച് കൊടുക്കുക. ചിക്കൻ വേവുമ്പോൾ നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്നതിൽ നിന്നും പകുതി അരിയെടുത്ത് അതിൻ്റെ മുകളിലേക്കിട്ടൊന്ന് നിരത്തി കൊടുക്കാം. നിരത്തിയതിന് ശേഷം ഒരു 4 പച്ചമുളക് നമുക്കിങ്ങനെ അതിൻ്റെ അകത്ത് കുത്തി നിർത്തി കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ചോറ് കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിനി മന്തി ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മുകളിലുള്ള ചോറ് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ വരുന്ന ചിക്കൻ പീസെല്ലാം എടുത്ത് മറ്റൊരു പാത്രത്തിൽ വയ്ക്കുക. നമുക്ക് ഈ ചോറടിയിലും ഈ ചിക്കൻ പീസ് മുകളിലും വരണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ചോറെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിൻ്റെ മുകളിൽ ഇതേപോലെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും ക്യാരറ്റും കൊണ്ട് അതിനെ അലങ്കരിക്കാം. 10 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ദം ചെയ്ത് വെക്കാം. നമ്മുടെ ടേസ്റ്റി കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.